പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആഫ്രിക്കൻ വനാന്തരങ്ങളിലെ ഈ കാണ്ടാമൃഗങ്ങൾ പോലും, കാരണം തൊലിക്കട്ടിയുമായി ബന്ധപ്പെട്ടാണല്ലോ നമ്മൾ കാണ്ടാമൃഗത്തെക്കുറിച്ചിട്ട് പറയാം. അപ്പോൾ ഏറ്റവും ക്രൂരന്മാരായിട്ടുള്ള കാണ്ടാമൃഗങ്ങളുള്ള ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ എന്നാണ് നമ്മൾ കേട്ടത്. ഏറ്റവും തൊലിക്കട്ടിയുള്ള കാണ്ടാമൃഗങ്ങളും ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ ആണുള്ളത് എന്നാണ് നമ്മൾ കേട്ടത്. ആ ആഫ്രിക്കൻ വനാന്തരങ്ങളിലുള്ള കാണ്ടാമൃഗങ്ങൾ പോലും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടാൽ എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. എവിടെയെങ്കിലും ഓടി, ജീവനം കൊണ്ടോടി ഈ കാണ്ടാമൃഗങ്ങൾ രക്ഷപ്പെടും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതെന്തുകൊണ്ടാണ് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ വിശദമായി പറയാൻ പോകുന്നത്. അങ്ങനെ പറയാനുള്ള കാരണം, ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം, അതിനുള്ള പ്രകോപനം ശ്രീമാൻ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനത്തിൽ നടത്തിയ ഒരു പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനമാണ് 2026 മെയ് മാസം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 110 സീറ്റുകൾ തങ്ങൾ നേടും എന്നുള്ളത്. 110. അതായത് 2021 99 ആയിരുന്നു, 2016 90 എത്രയോ 1-2 മറ്റോ ആയിരുന്നു, അത് പിന്നെ 99 ആയി. അത് 110 ആക്കും എന്ന് വിജയൻ പറയുമ്പോൾ വിജയൻ്റെ തൊലിക്കട്ടിയെ കുറിച്ചിട്ട് നമ്മൾ ഒന്ന് ചിന്തിക്കണ്ടേ സുഹൃത്തുക്കളെ? പിണറായി വിജയൻ്റെ തൊലിക്കട്ടി എത്രത്തോളമാണ്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തെ കാണുമ്പോൾ ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ ഏറ്റവും കൂടുതൽ തൊലിക്കട്ടിയുള്ള കാണ്ടാമൃഗങ്ങൾ പോലും ജീവനം കൊണ്ടോടി രക്ഷപ്പെടും എന്നാണ്. കാരണം സാധാരണ തൊലിക്കട്ടിയുള്ള ആർക്കും ഈ മിഷൻ 110 എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രഖ്യാപനം നടത്താനുള്ള ധൈര്യം ഉണ്ടാവില്ല. എന്താ കാരണം? ഡിസംബർ 9-11 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നു. സാധാരണഗതിയിൽ തന്നെ കേരളത്തിൽ കഴിഞ്ഞ 10-30 വർഷക്കാലമായി ഒരേ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ് UDF ജയിച്ചിട്ടുള്ളത്. UDF സംസ്ഥാനം ഭരിച്ചാലും LDF സംസ്ഥാനം ഭരിച്ചാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ LDF ആണ് ജയിച്ചുകൊണ്ടിരുന്നത്. ആകപ്പാടെ ഒരു തവണ UDF പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് 2010-ലാണ്. അന്ന് KPC പ്രസിഡൻ്റായിരുന്നു രമേശ് ചെന്നിത്തല. അന്നാണ് സമഗ്രമായൊരു വിജയം UDF-നുണ്ടായത്. ആകപ്പാടെ എനിക്കൊന്ന് കേരളത്തിൻ്റെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ ഒരേ ഒരു വിജയമാണ് UDF-ന് നേടാൻ കഴിഞ്ഞത്. 2010-ലായിരുന്നു. 15-ലും LDF 10-ൽ UDF ജയിച്ചു, 15-ൽ LDF ജയിച്ചു, 20-ലും LDF ജയിച്ചു. ഇപ്പോൾ 25-ൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥ എന്താ? ഏതാണ്ട് 65-ന് മേൽ ശതമാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇടതുപക്ഷമാണ് ജയിച്ചുകൊണ്ടിരുന്നത്. കോർപ്പറേഷനിൽ അവർക്ക് ഭൂരിപക്ഷം, ജില്ലാ പഞ്ചായത്തിൽ അവർക്ക് ഭൂരിപക്ഷം, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ അവർക്ക് ഭൂരിപക്ഷം, മുനിസിപ്പാലിറ്റിയിൽ മാത്രം ചെറിയ തോതിൽ UDF-ന് എന്തോ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഏതാണ്ട് 900 ചില്ലുവാനം പഞ്ചായത്തുകളിൽ, ഏതാണ്ട് 550-600 പഞ്ചായത്തുകളിൽ LDF-ന് ഭൂരിപക്ഷം. ഇതല്ലായിരുന്നോ പഞ്ചായത്തിലെ അവസ്ഥ? ഇനി മറുഭാഗത്ത് കോൺഗ്രസിൻ്റെ അവസ്ഥ എന്തായിരുന്നു? ഛിന്ന ഭിന്നം, തമ്മിലടി, ദുർബലമായ KPCC നേതൃത്വം, 50% ബൂത്തുകളിൽ പോലും ബൂത്ത് കമ്മിറ്റിയില്ല. ആ നിലയിൽ ഛിന്ന ഭിന്നമായി നിൽക്കുന്ന UDF. സംസ്ഥാന തലത്തിൽ 10 വർഷമായി അധികാരത്തിലിരിക്കുന്ന CPM, ഇരട്ടച്ചങ്കനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി, സുസജ്ജമായിട്ടുള്ള പാർട്ടി, സുസജ്ജമായിട്ടുള്ള സർക്കാർ. അപ്പോൾ ഒരു വശത്ത് ഒരു ശക്തിമാൻ, മറുവശത്ത് ഒരു പരമ ദുർബലൻ. അങ്ങനെയല്ലേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നത്? ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ചുരുങ്ങിയത് 50% ഞങ്ങൾ വിജയിക്കുമെന്ന് പറഞ്ഞാണല്ലോ CPM തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങിയത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ. 50% ഞങ്ങൾക്ക് കിട്ടും എന്നായിരുന്നല്ലോ ചിന്ത. ഇനി UDF-കാരെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു? UDF-കാരും പരമാവധി ഒരു 50 കിട്ടിയാൽ നല്ലത് എന്ന് പറഞ്ഞ് പരാജയം സമ്മതിച്ചാണ് അവർ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങി. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നമുക്കറിയാമല്ലോ, തട്ടിമുട്ടിയാണ് UDF പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. LDF-ന് അനുകൂലമായിട്ടുള്ള പ്രചരണമാണ് പല നേതാക്കന്മാരിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്തൊക്കെ ഉണ്ടായത്. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ എന്താ സംഭവിച്ചത്? 2021-ൽ 100 സീറ്റിൽ UDF ജയിക്കും എന്നായിരുന്നു UDF-ന്റെ പ്രതീക്ഷ. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പോലും UDF വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് വിലയിരുത്തിയത്. പക്ഷേ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ഞെട്ടിയത് CPM-കാരാണ്. കാരണം ജയിക്കുമെന്ന് വിചാരിക്കാതിരുന്ന അവർ ഏതാണ്ട് 99 സീറ്റിൽ വിജയിച്ചു എന്ന് മാത്രമല്ല ഒരുപാട് സീറ്റുകളിൽ വമ്പൻ ഭൂരിപക്ഷം. അവർ തന്നെ ഞെട്ടിപ്പോയി.
UDF പ്രാന്തായിപ്പോയി. UDF 100 സീറ്റ് വരെ കിട്ടുമെന്ന് പറയുന്ന അവർ 47 സീറ്റിലേക്ക് തീർന്നുപോയി എന്ന് പറഞ്ഞ പോലത്തെ ഒരു സാഹചര്യമാണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പം ഉണ്ടായത്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ റിസൾട്ട് എന്താ? സമഗ്രമായ വിജയമല്ലേ UDF ഉണ്ടായത്? സമഗ്രമായ വിജയം. കോർപ്പറേഷനുകളിലും ജില്ലാ പഞ്ചായത്തിൽ നേരത്തെ 2 ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 7 ആയി. മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും പഞ്ചായത്തിലുമൊക്കെ സമഗ്രമായിട്ടുള്ള വിജയം. ഏതാണ്ട് 550-600 ഗ്രാമപഞ്ചായത്തുകൾ, 4 കോർപ്പറേഷനുകൾ, 7 ജില്ലാ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റിയിലും ബ്ലോക്കിലുമൊക്കെ ഭൂരിപക്ഷം. അപ്പോൾ സമഗ്രമായിട്ടുള്ളൊരു വിജയം ഉണ്ടായി. LDF ഞെട്ടിപ്പോയി, UDF ഞെട്ടിപ്പോയി. എന്നാൽ LDF ആണ് ആകപ്പാടെ തകർന്നു പോയത്. കാരണം ഒരു 50% കിട്ടുമെന്ന് വിചാരിച്ചിരുന്നത് എല്ലാം പോയി എന്ന് മാത്രമല്ല, CPM-ൻ്റെ കോട്ടകൊത്തളങ്ങളിലെല്ലാം CPM തകർന്ന് തരിപ്പണമായി. കണ്ണൂർ ഉൾപ്പെടെ, കൊല്ലത്തുൾപ്പെടെ, ആലപ്പുഴയിൽ ഉൾപ്പെടെ, ഇടുക്കിയിൽ ഉൾപ്പെടെ അവിടെ എല്ലാം CPM പിന്നോട്ട് പോയി. സമഗ്രമായി LDF തകർന്നു. പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളൊന്നുമല്ല തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചത്, സംസ്ഥാനതല വിഷയങ്ങളാണ് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചത്. ശബരിമല പെരുങ്കൊള്ളയാണ് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചത്. പിണറായി വിരുദ്ധ വികാരമാണ് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചത്. വെള്ളാപ്പള്ളി പിണറായി വിരുദ്ധ വികാരമാണ് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചത്. സർക്കാർ വിരുദ്ധ വികാരമാണ് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചത്. അപ്പോൾ സംസ്ഥാന തലത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങളുടെ സ്വാധീനത്തിലാണ് LDF അമ്പേ തകർന്ന് തരിപ്പണമായത്. അമ്പേ തകർന്ന് പൊട്ടി. ഈ ചില്ല് ഗ്ലാസ് പൊട്ടി തകരും. ഒരു ചില്ല് ഗ്ലാസ്സിൽ ഒരു കല്ലെടുത്തെറിഞ്ഞാൽ ആ ഗ്ലാസ് എങ്ങനെ പൊട്ടിത്തകരും, അതുപോലെയാണ് CPM തകർന്ന് തരിപ്പണമായത്. അപ്പം അങ്ങനെ തരിപ്പണമായിട്ട് നിൽക്കുമ്പോഴാണ് സർക്കാർ വിരുദ്ധ വികാരമില്ല, ഭരണവിരുദ്ധ വികാരമില്ല, ശബരിമല വിരുദ്ധ വികാരമില്ല. മറിച്ച് CPM-ഉം കോൺഗ്രസും BJP-യും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം എന്നൊക്കെ പറഞ്ഞ് പൊട്ടത്തരം പറഞ്ഞുകൊണ്ട് ഈ ഗോയിന്നൻ രംഗത്ത് വന്നു. പിന്നെ ഗോയിന്നന് ആരും കീറക്കള്ളാസിൻ്റെ വില കൊടുക്കാത്തതുകൊണ്ട് പ്രശ്നമില്ല. പിണറായി വിജയനും ഏതാണ്ട് സമാനമായിട്ട് രംഗത്ത് വന്നു. കാരണം സമനില പോയ ഒരു സ്ഥിതിയായിരുന്നു. അങ്ങനെ പോയ പിണറായി വിജയൻ ഒരു പത്രസമ്മേളനത്തിൽ വന്നിരുന്നിട്ട് പറയുകയാണ്, 3 മാസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തങ്ങൾ 110 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന്. എന്ത് ചെയ്യും നമ്മൾ? ഈ വിജയൻ ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ഈ മനസ്സിലാവുന്നില്ല. CPM-ൻ്റെ 2 നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണ് 2 മാസക്കാലമായിട്ട്. അവരെ പുറത്താക്കാൻ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ശബരിമല പെരുങ്കൊള്ളയുടെ മുഖ്യ സൂത്രധാരൻ A പത്മകുമാറാണെന്ന് ഈ കഴിഞ്ഞ ദിവസമാണ് കൊല്ലം വിജിലൻസ് കോടതി പറഞ്ഞത്. ഏത് സമയവും കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റ് ചെയ്യപ്പെടാം. VN വാസവനിലേക്ക് വേണമെങ്കിൽ അന്വേഷണം പോകാം. ഇനി പിണറായിലേക്ക് പോലും അന്വേഷണം പോകുമോ എന്നുള്ള സംശയം നിലനിൽക്കുന്നു. ശബരിമല പെരുങ്കൊള്ളയിൽ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന CPM. വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള ബന്ധത്തെ വിജയം വീണ്ടും ന്യായീകരിക്കുകയാണ്. എന്നാൽ അണികൾക്ക് ബോധ്യമായിട്ടുണ്ട് ഇതിൻ്റെ അവസ്ഥ എന്താണ്. അതിനിടയിലാണ് പാലക്കാട് നിന്നുള്ള ഒരുത്തൻ വന്നിട്ട് UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരം എന്ന് പറയുന്നു. 1-ലധികം മാറാടുകൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവരുടെ സമനില തെറ്റിയിരിക്കുകയാണ്. ഇവർക്ക് എന്താണ് പറയേണ്ടത് എന്ന് ഇവർക്ക് അറിയാൻ പറ്റുന്നില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഞങ്ങൾ 110 സീറ്റ് നേടും എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ്റെ തൊലിക്കെട്ടി നമ്മൾ അംഗീകരിക്കാതെ നിവൃത്തിയില്ല സുഹൃത്തുക്കളെ. അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ പിണറായി വിജയൻ്റെ തൊലിക്കെട്ടി നമ്മൾ ന്യായീകരിക്കുമ്പോൾ നമുക്ക് ആഫ്രിക്കൻ വനാന്തരങ്ങളിലെ കാണ്ടാമൃഗങ്ങളുടെ തൊലിക്കെട്ടിയുമായിട്ട് പോലും ഇത് താരതമ്യം ചെയ്യാൻ കഴിയില്ല. തങ്ങൾ അടുത്തവണ അധികാരത്തിൽ വരും എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം, തങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. എന്നാൽ 2021 കോവിഡും കിറ്റും പെൻഷനും കാരണം അബദ്ധവശാൽ കിട്ടിയ 99-നേക്കാൾ കൂടുതൽ സീറ്റുകൾ 2026 കിട്ടുമെന്ന് വിജയം പറയുമ്പോൾ, വിജയ നിങ്ങൾക്ക് എന്തു പറ്റി എന്ന് അണികൾ ചോദിച്ചാൽ അതിൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ സുഹൃത്തുക്കളെ? ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇത്രയും പുറകോട്ട് പോയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം CPM-ൻ്റെ അണികൾ പിണറായി വിജയൻ്റെ മസ്തകത്തിനിട്ടിട്ട് കൊടുത്ത ഇടിയല്ലേ? പാർട്ടി അണികളല്ലേ വിജയനെ മൂലക്കിരുത്തിയത്? ആ വിജയനെ ചവിട്ടി പുറത്താക്കില്ലേ 2026 പാർട്ടി അണികൾ? ആരാണ് ഈ വിജയന് 110 സീറ്റ് എങ്ങനെ കിട്ടുമെന്നാണ് വിജയം പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. മുസ്ലിങ്ങളുടെ ഒരു വോട്ട് കിട്ടുമോ വിജയ? ക്രിസ്ത്യാനികളുടെ ഒരു വോട്ട് കിട്ടുമോ മിസ്റ്റർ വിജയൻ? ഹിന്ദുക്കളുടെ പകുതി വോട്ടുകൾ BJP-യിലേക്ക് പോയ വോട്ടുകൾ പോലും UDF-ലേക്ക് തിരിച്ചു വന്നില്ലേ? പാർട്ടി അണികൾ നിങ്ങൾക്കെതിരല്ലേ?
നിങ്ങൾക്കൊരു കട്ടിച്ചൊരു 20-25 സീറ്റിനപ്പുറത്ത് കിട്ടാൻ എവിടെയാണ് വോട്ടുള്ളത് എന്ന് വിജയനൊന്ന് പറഞ്ഞേ. എവിടെ നിന്നാണ് ഈ 110 സീറ്റിനുള്ള വോട്ട് വരാൻ പോകുന്നത്? ഏത് മതവിഭാഗത്തിൽ നിന്നാണ്, ഏത് വർഗങ്ങളിൽ നിന്നാണ് എന്ന് വിജയനൊന്ന് പറഞ്ഞേ. അതുകൊണ്ടാണ് ഈ പിണറായി വിജയൻ്റെ തൊലിക്കട്ടിക്ക് മുന്നിൽ നമുക്ക് തൊഴുകയോടെ നിൽക്കാൻ മാത്രമേ കഴിയൂ എന്ന് ഞാൻ പറയാൻ കാരണം. അതുകൊണ്ടാണ് വിജയൻ്റെ ഈ തൊലിക്കട്ടിയെ നമുക്ക് ആഫ്രിക്കൻ വനാന്തരങ്ങളിലെ കാണ്ടാമൃഗങ്ങളോട് പോലും നമുക്ക് താരതമ്യം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് പിണറായി വിജയൻ്റെ ഈ 110 എന്നുള്ള പ്രഖ്യാപനം കേൾക്കുമ്പോൾ ആഫ്രിക്കൻ വനാന്തരങ്ങളിലെ കാണ്ടാമൃഗങ്ങൾ പോലും ജീവനും കൊണ്ട് എവിടെയെങ്കിലും ഓടി രക്ഷപ്പെടും എന്ന് ഞാൻ പറയാൻ കാരണം.